ഇന്ന് 8ാമത്തെ ശ്ലോകമാണ്. ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാനകം ഋഷേനനുഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. അങ്ങനെ ദുർവാസാവ് അവസാനം ഈ ചക്രത്തിൻ്റെ ഉടമയായ വിഷ്ണുവിൻ്റെ സ്ഥലത്തെത്തി, വൈകുണ്ഠത്തിലെത്തി. വിഷ്ണുവിനെ തന്നെ അദ്ദേഹം അഭയം പ്രാപിച്ചു. സുദർശന ചക്രത്തെ നിയന്ത്രിക്കുവാൻ മഹാവിഷ്ണുവിന് എന്തായാലും കഴിയല്ലോ, അദ്ദേഹത്തിൻ്റെ അല്ലേ ചക്രം. പക്ഷെ തെറ്റിപ്പോയി. ഭഗവാനും മുനിക്ക് അഭയം നൽകില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഭക്തദാസനാണ്, എൻ്റെ ഭക്തന്മാർക്കെതിരായി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. മാത്രമല്ല അങ്ങ് വളരെ തപസ്യാണല്ലോ. ഈ ജ്ഞാനം, തപസ് ഇവയെല്ലാം ഉള്ള ആൾക്ക് ഒരു വിനയം കൂടി വേണം. വിനയത്തോടു കൂടി ഇരുന്നാലേ അതിനെ നമ്മൾ മാന്യമായി കരുതുകയുള്ളൂ. ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം. ജ്ഞാനവും തപസ്സും അറിവും ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആൾക്ക് അഹങ്കാരം കൂടി ഉണ്ടായാൽ അത് ഒരു ആ ദേഹത്തെ നമുക്ക് മാന്യനായിട്ട്, അല്ലെങ്കിൽ ഈ അറിവൊക്കെയുള്ള ഒരാളെ നമുക്ക് മാന്യനായിട്ട് കരുതാൻ കഴിയുകയില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, താങ്കൾ പോയി അംബരീഷന്റെ പാദങ്ങളെ തന്നെ ഭജിക്കുക എന്ന് പറഞ്ഞു വിട്ടു. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാൻ അഹമൃഷേനു ഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ.